ഹായ് ഓൾ, വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക് കേരള. എൻ്റെ പേര് സതീഷ് കുമാർ. മറ്റൊരു ട്രിക്ക് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പീഡ് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ട്രിക്കാണ് നമ്മൾ നോക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് അടക്കം കാണിച്ചു തരാം. നോർമലി നമ്മൾ ആ ചോദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണ്, അത് തന്നെ നമുക്കൊരു 5 സെക്കൻഡിനുള്ളിൽ നമുക്ക് എങ്ങനെ നമുക്ക് ലോജിക്കൽ നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും നേരം വൈകണ്ട, നേരെ നമ്മുടെ ആ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കോ. നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു വ്യക്തിയുടെ വേഗത മണിക്കൂറിൽ 5 കിലോമീറ്റർ ആണെങ്കിൽ 45 മിനിറ്റ് വൈകിയും അയാളുടെ വേഗത മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണെങ്കിൽ 25 മിനിറ്റ് മുമ്പും എത്തുന്നു. അയാളുടെ ആരംഭ ബിന്ദുവിൽ നിന്ന് അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൂരം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഈ ചോദ്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. നിങ്ങളിൽ വേറെ കുറച്ച് പേര് ഓൾറെഡി നിങ്ങളുടെ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, നോർമലി നമ്മൾ ഈ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റെപ്സ് ആണ്. അത്യാവശ്യം നമുക്ക് സമയം എടുക്കേണ്ടതുകൊണ്ടാണ് അല്ലേ. ഡിസ്റ്റൻസ് നമുക്ക് കാണണം, നമുക്ക് അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട്, 2 സ്പീഡ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ കാണുന്നു, ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് കാണുന്നു, സ്പീഡ് നമ്മൾ കാണുന്നു. അവർ ഫൈനലി നമ്മൾ അവരുടെ ആ ടോട്ടൽ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എത്താണ്. 35 കിലോമീറ്റർ എന്ന ആൻസറിലേക്ക് എത്തി. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് നോക്കാം ഇത് എങ്ങനെ എളുപ്പത്തിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന 2 സ്പീഡുകൾ നിങ്ങൾ എടുക്കുക. സ്പീഡുകൾ എന്താണ്? 5 കിലോമീറ്റർ വേഗതയിൽ തന്നിട്ടുണ്ട്, 6 കിലോമീറ്റർ വേഗതയിൽ തന്നിട്ടുണ്ട്. ഈ രണ്ടിന്റെയും നിങ്ങൾ LCM എടുക്കുക. രണ്ടിന്റെയും LCM എന്ന് പറയുന്നത് 30 ആണ് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന സമയങ്ങളെ നിങ്ങൾ കൂട്ടുക. 45 മിനിറ്റും 25 മിനിറ്റാണ് തന്നേക്കണേ. 45 + 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 എന്നാണ് പറയുന്നത് അല്ലേ. ഈ 30 നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 70 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ 70 എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. എപ്പോഴും നമ്മൾ ഈ മിനിറ്റിനെ എന്താക്കി മാറ്റണം? നമ്മൾ മണിക്കൂറാക്കി മാറ്റുന്നതാണ്. കാരണം നമ്മുടെ സ്പീഡ് തന്നിരിക്കുന്നത് 5 കിലോമീറ്റർ പെർ അവറിനും 6 കിലോമീറ്റർ പെർ അവറിനാണ് തന്നേക്കണം. ഈ 70 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ 70നെ നമ്മൾ 60 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നതാണ്. കൊടുത്തേ. ഇനി ഈ 30നെ 60ന് ഡിവൈഡ് ചെയ്യുക. 2 പ്രാവശ്യം പോകും. 2 70 എത്ര പ്രാവശ്യം പോകും? 35 പ്രാവശ്യം പോകും. അതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സ്റ്റെപ്സും ഇവിടെ നമുക്ക് ഒറിജിനലി വന്നിരിക്കുന്ന സ്റ്റെപ്സും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇതുകൊണ്ടാണ് നമുക്ക് ടൈം നമുക്ക് ഒരുപാട് കൺസ്യൂം ആവുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാ ടോപ്പിക്കിലും ഇതുപോലെയുള്ള നമുക്ക് ഈസി മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഈസി മെത്തേഡ് കണ്ടെത്തി വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു മോഡലിൽ വരുന്ന നമുക്കൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പിടിച്ചോ. രശ്മി മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 30 മിനിറ്റ് വൈകി സ്കൂളിലെത്തും. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ കൃത്യസമയത്ത് എത്തുമെന്നാണ് പറയുന്നത്. മണിക്കൂറിൽ 12 കിലോമീറ്റർ വേഗതയിൽ സ്കൂളിൽ എത്താനായിട്ട് ആവശ്യമായ സമയം കണ്ടെത്തുക. ഇവിടെ ഇതേ ട്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 2 വേഗതകൾ തന്നിട്ടുണ്ട്. 15 കിലോമീറ്റർ പെർ അവറും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 20 കിലോമീറ്റർ പെർ അവറും തന്നിട്ടുണ്ട്. രണ്ടിന്റെയും നമ്മൾ എന്ത് ചെയ്യുക? LCM എടുക്കാവുന്നതാണ്. 15ന്റെ 20ന്റെ LCM എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇതിനെന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അവിടെ തന്നിരിക്കുന്ന സമയങ്ങൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മുമ്പത്തെ ചോദ്യത്തിൽ നമുക്ക് 2 സമയങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 കൂടെ ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു സമയമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ. 30 മിനിറ്റ് വൈകി സ്കൂളിൽ എത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സമയം തന്നെ നമുക്ക് എടുത്തതാ നമുക്ക് 30 എന്ന് പറഞ്ഞ് എടുത്ത് എഴുതി. പക്ഷെ ഇവിടെ വേറെ പ്രശ്നം എന്താണ്? 30 എന്ന് പറയുന്നത് മിനിറ്റിലാണ്, നമ്മുടെ സ്പീഡുകൾ എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ് അല്ലെ. 30 മിനിറ്റിന് അങ്ങനെ എഴുതാൻ പറ്റില്ല. 30 മിനിറ്റ് നമ്മൾ മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യും. മിനിറ്റിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? 60 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലെ. 30 മിനിറ്റ് എന്ന് പറയുന്നത് 30/60 അവറാണ്. അപ്പൊ ഇങ്ങനെ എഴുതി നമ്മൾ എഴുതിയേ. ഇനി ഈ 60നെയും നമ്മൾ വെട്ടിക്കളഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? 30 കിലോമീറ്റർ എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പൊ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. പക്ഷെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ദൂരമല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. 12 കിലോമീറ്റർ വേഗതയിൽ പോവുകയാണെങ്കിൽ ആ കുട്ടി എത്ര നേരം കൊണ്ട് സ്കൂളിൽ എത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 30 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ആ കുട്ടിയുടെ സ്പീഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ആ കുട്ടിക്ക് എടുക്കുന്ന സമയം കിട്ടുന്നതാണ്. 30 / 12 അഥവാ 2.5 മണിക്കൂർ നമ്മുടെ ആൻസർ. 2.5 മണിക്കൂറാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതിന് നമുക്ക് നോർമലി നമുക്ക് എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ വ്യത്യസ്തമായുള്ള സ്പീഡുകൾ എടുത്തു, അതിൽ നിന്ന് ആ കുട്ടിയുടെ വ്യത്യസ്തമായുള്ള സമയങ്ങൾ എടുത്തു, ഒരു സമയത്തിൽ നിന്ന് രണ്ടാമത്തെ സമയം കുറച്ചു, അങ്ങനെ അതിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതിൽ നിന്ന് ആ കുട്ടിയുടെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് എടുത്തിട്ട് ടൈമിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെന്നാണ്. നമുക്കിവിടെ അത്രയൊന്നും സ്റ്റെപ്സ് വന്നില്ല. ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ക്ലിയർ? അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ട്രിക്ക് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരുപാട് ക്ലാസ്സസ് നമ്മൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ട്രിക്ക് സെഷൻസ് മാത്രമല്ല, ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സസും
10th ലെവൽ എക്സാംസിന് വേണ്ട ക്ലാസ്സസും അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ എക്സാംസിന് വേണ്ട ക്ലാസ്സസും ഒക്കെ നമ്മൾ അതിൽ ചെയ്തു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ്സസ് കാണാം. ഈ വർഷം തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ സെഷനിൽ കാണാം. അതുവരേക്കും ടാറ്റ.